ഹായ് ഗായ്സ്, വെൽക്കം ടു ഹൈവേ വ്ളോഗ്സ്. ഇനി നമ്മൾ ജസ്റ്റ് ബലന്തൂർ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഏകദേശം സിൽക്ക് ബോർഡ് സിഗ്നലിൽ എത്താറായി. പണ്ടത്തെ പോലെ അത്ര ട്രാഫിക് ഇല്ലെങ്കിലും ചെറിയ ട്രാഫിക്കൊക്കെ സിൽക്ക് ബോർഡിലുണ്ട്. അതായത് ഇപ്പോൾ ലോക്ക്ഡൗൺ റിലാക്സേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 2-3 ആഴ്ച ആയിട്ടേ ഉള്ളൂ ഇങ്ങനെ കമ്പനീസൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ തന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ തിരക്കൊക്കെ ഉണ്ട് റോഡിൽ. പക്ഷേ പണ്ടത്തെ അത്ര തിരക്കില്ല. സിൽക്ക് ബോർഡിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ടാവുന്ന സമയമാണിത്. രാവിലെ 8 മണി കഴിഞ്ഞ് ഓഫീസിലോട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ഒരു സമയമാണിത്. പക്ഷേ അത്ര തിരക്കിപ്പം കാണുന്നില്ല. കാരണം ഓഫീസുകളൊന്നും അധികം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാം ഇപ്പോഴും വർക്ക് ഫ്രം ഹോം മോഡിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓഫീസുകളൊന്നും അധികം സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ട്രാഫിക് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ റോഡ് ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലമാണ്. ബലന്തൂർ കുറേ കമ്പനീസ് ഉള്ളതുകൊണ്ട് ഈ റോഡ് ഭയങ്കര ട്രാഫിക്കുള്ളതാണ്. സിൽക്ക് ബോർഡ് ക്രോസ് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കാറുണ്ട്. അതായത് ഫസ്റ്റ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ കുറേ കമ്പനീസ് വർക്ക് ഫ്രം ഹോം മോഡിലോട്ട് പോയിട്ടുണ്ട്. അവർ കുറേ കമ്പനീസൊന്നും ഇപ്പോഴും നോർമൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലോട്ടായിട്ടില്ല. അതുകൊണ്ട് കുറേ കുറവുണ്ട്. പിന്നെ കുറേ ഓഫീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ സെക്കൻഡ് ലോക്ക്ഡൗൺ ആയപ്പം വീണ്ടും അവയൊക്കെ വീണ്ടും അടച്ചിട്ടുണ്ട്. ഒന്നും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ട്രാഫിക് കുറച്ചൊരു കുറവാണ്. പിന്നെ പുതിയ റിലാക്സേഷൻ അനുസരിച്ച് കമ്പനീസിൽ ഫുൾ എംപ്ലോയീസിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. 50% കപ്പാസിറ്റിയെ ഇപ്പം പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബസ്സും അതുപോലെ മെട്രോയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും 50% കപ്പാസിറ്റി വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ വലിയൊരു ട്രാഫിക് റോഡിലില്ല. നമ്മൾ ജാവ എടുത്താണ് വന്നിരിക്കുന്നത്. സാധാരണ സിറ്റി കറക്കത്തിന് നമ്മൾ ആക്സസ് ആണ് ഉപയോഗിക്കാറ്. പക്ഷേ നമ്മൾ ജാവ എടുത്താണ് ഇന്ന് വന്നിരിക്കുന്നത്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചൊവ്വാഴ്ചയാണ്. വ്യാഴാഴ്ച നമ്മൾ നാട്ടിൽ പോകാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ജാവ ഏകദേശം ഒരു 3-3.5 മാസമായിട്ട് കട്ടപ്പുറത്താണ്. തീരെ ഓടിക്കാറില്ല. ഇടയ്ക്കൊന്ന് സ്റ്റാർട്ടാക്കി വെക്കും. പിന്നെ അധികം കറക്കത്തിനൊന്നും എടുത്തിട്ടില്ല ജാവ തീരെ. കാരണം നമ്മൾ ആക്സസ് ആണ് എടുക്കാറ്. അതാണ് സുഖം. അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ നാട്ടിൽ പോകുന്നുള്ളതുകൊണ്ട് കുറച്ചൊന്ന് ഓടിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെറ്റാക്കി പോകാമല്ലോ. അതുകൊണ്ടാണ് ജാവ എടുത്ത് പോരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് അഗാര ലേക്കാണ്. അഗാര ലേക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒരു പാത്ത് വേ ഉണ്ട് നടക്കാനും ജോഗിങ്ങിനൊക്കെ. അപ്പം പുതിയ റിലാക്സേഷൻ അനുസരിച്ച് രാവിലെ 6 മുതൽ നടക്കാൻ രാവിലെ 5 മുതൽ 10 മണി, രാവിലെ 10 മണി വരെ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് നടക്കാനും ജോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അതിൻ്റെ എൻട്രി പോയിൻ്റ് ഇവിടെയാണ്. കുറേ സ്കൂട്ടറൊക്കെ കാണാൻ പറ്റും. നടക്കാൻ വന്നവരുടെ ആയിരിക്കും. പാർക്കുകളും മറ്റ് എൻ്റർടൈൻമെൻറ്റൊന്നും അധികം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലാൽബാഗൊന്നും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ജോഗിങ്ങിനും നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാവിലെ ഒരു 6 മുതൽ 5 മണി മുതൽ 10 മണി വരെ ഓപ്പണാണ് നടക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ആക്ടിവിറ്റീസിനൊന്നും ഇതുവരെ പാർക്കുകളൊന്നും തുറന്നു കൊടുത്തിട്ടില്ല.
ഇനി റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഹനുമാൻ്റെ അമ്പലമാണ്. അത്യാവശ്യം വലിയൊരു അമ്പലമാണ്. നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെയാണ് പോകുന്നത്. എന്നിട്ടും നമുക്ക് ആ അമ്പലം അതിൻ്റെ മേലെ കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രശസ്തമായ അമ്പലമാണത്. റോഡിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഡിവൈഡർ ഉണ്ടല്ലോ, അതായത് ഈ റോഡ് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഡിവൈഡർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത പാർട്ട് ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറച്ചുകൂടി ഈസി ആക്കാൻ, അതായത് ഇവിടെയൊക്കെ കുറേ ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ഓഫീസിലോട്ടൊക്കെ സ്ഥിരമായിട്ട് ബസ് കയറി പോകുന്നവരുണ്ട്. അപ്പം ബസ്സിൽ പോകുമ്പോൾ സാധാരണ നല്ല ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ലേറ്റ് ആവും. ബസ്സിന് അത്ര സുഖമായിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ സ്കൂട്ടറും ബൈക്കിലൊന്നും പോകുന്ന പോലെ ബസ്സിന് പോകാൻ പറ്റില്ലല്ലോ. ബസ് ട്രാഫിക്കൊക്കെ നന്നായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. നമ്മളെ പോലെ കുത്തിക്കയറ്റി പോകാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ലേറ്റ് ആവും ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓഫീസിലൊക്കെ പോകുന്നവർക്ക്. അപ്പോൾ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് കണ്ടുപിടിച്ചൊരു സിസ്റ്റമാണിത്. അതായത് 2 പാർട്ടായിട്ട് റോഡ് തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡിലൂടെ ബസ്സുകൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് വെഹിക്കിൾസ് അതിലൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിന് ഇതുപോലെ ചില സമയത്ത് ചെക്കിങ് ഉണ്ടാവും. അങ്ങനെ ഫൈൻ കിട്ടും. നമ്മൾ ഏകദേശം ബെല്ലന്തൂർ എത്തിയിട്ടുണ്ട്. ബെല്ലന്തൂർ ഒരു ഐക്കോണാണ് ഈ കാണുന്ന സെൻട്രൽ മാള്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സെൻട്രൽ മാള് ബെല്ലന്തൂരിൻ്റെ ഒരു ഐക്കണാണ്. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. സാധാരണഗതിയിൽ ലോക്ക്ഡൗണിൻ്റെ മുന്നിൽ ഏകദേശം ഒരു 1.5-3 മണിക്കൂർ എടുക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഇന്ന് 10 മിനിറ്റ് കൊണ്ട് ബെല്ലന്തൂർ എത്തിയത്. BTM നിന്ന് ബെല്ലന്തൂർ എത്താൻ ഏകദേശം ഒരു 1/2 മണിക്കൂർ എന്തായാലും എടുക്കും. ചില ദിവസം 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇന്നൊരു 10 മിനിറ്റ് കൊണ്ട് ബെല്ലന്തൂർ എത്തി. ട്രാഫിക്കില്ല, ഒട്ടുമില്ല. പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇടുന്നതിന് കുറേ ബിൽഡിങ്സ് കാണാൻ പറ്റും. അതിലൊക്കെ കമ്പനീസാണ്. റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് വാൾമാർട്ട് ഉള്ളത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഇതാ വെൽസ് ഫാർഗോൻ്റെ ഓഫീസുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എംബസിയുടെ ഒരു ടെക് വില്ലേജ് ഉണ്ട്. എംബസി ടെക് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറേ കമ്പനീസ് ഉണ്ട്. ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇതാണ് എംബസി ടെക് വില്ലേജ്.
ഇതിനകത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതുപോലെ ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്കോ വേൾഡിൻ്റെ ക്യാമ്പസിലോട്ട് കിടക്കാൻ പറ്റും. ഇക്കോ വേൾഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗ്ലോബൽ ടെക്നോളജി പാർക്ക്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇക്കോ സ്പേസ് ഉണ്ട്. ഇക്കോ സ്പേസിൻ്റെ ക്യാമ്പസാണ് കാണുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബെലന്തൂരിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നേരെ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിങ്ങോട്ട് വന്ന അതേ കാഴ്ചകൾ തന്നെ ആയതുകൊണ്ട് അത് നിങ്ങളെ കാണിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.